എല്ലാവർക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഓൾഡ് ഷർട്ട് എങ്ങനെ റീയൂസിങ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിതിൻ്റെ കട്ടിങ് ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഷർട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ അളവിന് ഉപയോഗിക്കാൻ ഒരു ചെറിയൊരു ടീഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ആ ടീഷർട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. അതായത് നമ്മൾ ഈ ഷർട്ടിൻ്റെ കട്ട് ചെയ്യാൻ പോകുന്ന ഷർട്ടിൻ്റെ സെൻറ്ററാണ് ഈ ഭാഗം, സെൻറ്ററാണ് ഈ വരേണ്ടത്. അത് ഒരു സൈഡിക്കാക്കിയിട്ടാണ് ഷർട്ടിൻ്റെ അളവ് ടീഷർട്ടിൻ്റെ ഒരു സൈഡിക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് സെൻറ്റർ, കറക്റ്റ് ഇതിലാണ് സെൻറ്റർ വരിക. അപ്പോൾ നമ്മൾ അളവിന് കൊടുക്കുന്ന ടീഷർട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഷർട്ടിൻ്റെ സെൻറ്റർ ഭാഗം വരുന്നത്. എന്നിട്ട് ഈ ടീഷർട്ടിൻ്റെ അടിഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഈ ടീഷർട്ടിൻ്റെ ഈ സൈഡ് ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഈ മുകൾ ഭാഗം കറക്റ്റ് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലെ മാർക്ക് ചെയ്തു. ഓക്കെ, അങ്ങനെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ഇനി കൈ വെച്ച് സ്റ്റിച്ചിങ്ങില്ലേ അവിടെ ഒരു മാർക്കിങ് കൊടുത്തു കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങിൽ. അതേപോലെ ഈ രണ്ടാമത്തെ ഈ കൈയിൻ്റെ ആ സ്റ്റിച്ച് ചെയ്ത കറക്റ്റ് ആ സ്റ്റിച്ചിങ്ങിൽ ആ ഷോൾഡറും ആ കൈയും ഫിറ്റ് ചെയ്ത് ആ സ്റ്റിച്ചിങ് ഒരു മാർക്കിങ് കൊടുത്തിക്കാണ്. എന്നിട്ട് ഈ കൈ ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് ഈ ഹാം ഹോൾ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ടാണ് മാർക്ക് ചെയ്യുക. ആ ഷേപ്പ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ആ കൈയ്യ് മറിച്ച് വെച്ചാൽ മതി, എന്നാലും കറക്റ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ കൈയില്ലാത്തൊരു ടീഷർട്ടാണ് വെക്കുകയെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ ഈ ടീഷർട്ടിൻ്റെ സെൻറ്ററിൽ ഒരു മാർക്കിങ് കൊടുത്തു കറക്റ്റ് സെൻറ്ററിൽ. ഇവിടെയും കറക്റ്റ് സെൻറ്ററിൽ മാർക്കിങ് കൊടുത്തു. മുകൾ ഭാഗത്തും അതുപോലെ കറക്റ്റ് സെൻറ്ററിൽ ടീഷർട്ടിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഒരു മാർക്കിങ് കൊടുത്തു. ഓക്കെ, എന്നിട്ട് വല്ല ആ ടീഷർട്ട് മാറ്റി വെക്കുകയാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത കറക്റ്റ് അളവ്. എന്നിട്ട് ഈ അളവിനെയും കാട്ടിലും ഒരു 1/2 ഇഞ്ച് കൂടുതലാക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. എക്സ്ട്രാ നമ്മൾ അടിക്കാനുള്ള തുമ്പാണത്. ഒരു 1/2 ഇഞ്ച് കൂടുതലിട്ടിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കട്ടിങ് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്. അളവെടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ടാപ്പ് ഉപയോഗിച്ച് കണ്ട് ആ ടീഷർട്ട് മുതൽ അളവെടുത്തുകൊണ്ട് ഇങ്ങനെ അളന്നുകാണ്ട് കട്ട് ചെയ്യുക. പക്ഷേ അതിലേറെ സിമ്പിൾ ആർക്കും മനസ്സിലാവേണ്ട രൂപത്തിലാണ് ഞാൻ കാണിച്ചു തരേണ്ടത്. അതാണ് അതിങ്ങനെ ഞാൻ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തും ഒരു 1/2 ഇഞ്ച് എല്ലാ ഭാഗത്തും ഇതേപോലെ മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത ആ മാർക്കിങ് കൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തില്ലേ ആ മാർക്കിങ് കൂടെ കറക്റ്റായിട്ട് ആ സെൻറ്റർ വരെ കട്ട് ചെയ്ത് നിർത്തുക. ആ സെൻറ്ററിലെ മാർക്കിങ്ങില്ല അതുവരെ കട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ സൈഡും കയ്യിൻ്റെ ആ റിഗാളിൻ്റെ ആ ഭാഗം അതേപോലെ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് ആ സെൻറ്റർ വരെ കഴുത്തിൻ്റെ ആ സെൻറ്റർ വരെ കട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ സെൻറ്റർ കറക്റ്റ് അപ്പുറത്തേക്ക് ഇതുപോലെ രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ മറിച്ച് വെക്കുകയാണ്. കറക്റ്റ് ആ 2 മാർക്കിങ്ങിൻ്റെ ആ സെൻറ്റർ കറക്റ്റ് വരണം കേട്ടോ. ആക്കിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് മറിച്ച് വെക്കുക. ഓക്കെ, എന്നിട്ട് ഈ രണ്ടാമത്തെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ, മാർക്ക് ചെയ്ത് കണ്ട്. ഓക്കെ, ഇതിങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ 2 സൈഡിലും ഒരേപോലെ തന്നെ അതിൻ്റെ ആ കൈയിൻ്റെയൊക്കെ ആ റിഗാളിൻ്റെ ഷേപ്പൊക്കെ കട്ട് ചെയ്തത് അതേപോലെ ആ സൈഡൊക്കെ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ആ ബട്ടൺസ് ഉണ്ട് എക്സ്ട്രാ ആ ലാസ്റ്റ് എൻഡിൽ വരുന്നത് അതാണ് ഒഴിവാക്കി. എന്നിട്ട് ഈ കറക്റ്റ് സെൻറ്ററിൽ ഒരു വെട്ടിട്ട് കൊടുത്തു കേട്ടോ. ഓക്കെ, ഒരു വെട്ടിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യാണ്. ഈ സെൻറ്ററിൽ നിന്ന് 2 സൈഡിക്കും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അങ്ങനെ ടോട്ടൽ കഴുത്തിൻ്റെ വീതി 4 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെ കഴുത്തിൻ്റെ ലെങ്ത്ത് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ അടിഭാഗത്തേക്ക്. എന്നിട്ട് ഇതുപോലെ ഒരു ഷേപ്പ് വരയ്ക്കുക. ഇത് ഫ്രണ്ടിൻ്റെ കഴുത്ത് മാത്രമേ ഈ മാർക്കിങ്ങിൽ കട്ട് ചെയ്യണുള്ളൂ കേട്ടോ. ബാക്കാണ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്ക് കട്ട് ചെയ്യണില്ല, ഫ്രണ്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. ഓക്കെ, കട്ട് ചെയ്തു. ഇനി അടുത്തത് ബാക്ക് അടിഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നമ്മൾ അടിഭാഗത്തേക്ക് 3 ഇഞ്ചാണ് ലെങ്ത്ത് കൂട്ടിയത്. ബാക്ക് അടിഭാഗത്തേക്ക് 2 ഇഞ്ച് ഇട്ടിട്ടുള്ളൂ കഴുത്ത് കേട്ടോ. ഓക്കെ, ഇനി ടോപ്പിൻ്റെ അടിഭാഗത്തേക്ക് പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ ഷർട്ടിൻ്റെ ഈ അടിഭാഗത്തെ ഈ പീസിന് കട്ട് ചെയ്തെടുക്കണം. ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഒരു പീസിന് കട്ട് ചെയ്തെടുത്താൽ മതി. അതിൻ്റെ അടിഭാഗത്ത് എക്സ്ട്രാ വരേണ്ട ആ ഭാഗം കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഫ്രണ്ട്, ഇത് ബാക്ക്. ഓക്കെ, വളരെ സിമ്പിളാട്ടോ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഓക്കെ, എന്നിട്ട് കറക്റ്റ് ഈ ഫ്രണ്ടും ബാക്കും ഇതുപോലെ വെക്കുക. കറക്റ്റ് വെച്ചിട്ട് ഈ ഷോൾഡറിന് ജോയിൻറ്റ് ചെയ്യാം കേട്ടോ.
ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും ഷോൾഡർ ഒപ്പം വെച്ചുകൊണ്ട് ആ ഷോൾഡറിന് ജോയിൻറ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റായിട്ട് ആ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, ജോയിൻറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഇതാ ഇതേപോലെ വരും. ഇനി ഇതൊരു ക്രോസ് പീസാണ്, ഒരു ബ്ലാക്ക് പീസ് ക്രോസാണത്. ഇതൊരു 1.25 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. ആ പീസിൻ്റെ ഒരു ഭാഗം ഫോൾഡ് ചെയ്തടിക്കുകയാണ്. ശ്രദ്ധിക്കണം, നമ്മൾ ഈ കൈയും അതുപോലെ ഈ കഴുത്തൊക്കെ പൈപ്പ് ചെയ്യാൻ എടുക്കേണ്ട പീസ് ക്രോസ് ആവണം, എന്നാലേ അത് കറക്റ്റായിട്ട് അടിച്ച് കണ്ട് മറിച്ചാൻ കഴിയുള്ളൂ കേട്ടോ, എന്നാലേ ഫിനിഷിങ്ങിൽ കിടക്കുള്ളൂ. അങ്ങനെ 1.25 ഇഞ്ച് വീതിയിലൊരു പീസ് എടുത്ത് കണ്ട് അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഫോൾഡ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ആ ഫോൾഡ് ചെയ്ത് അടിക്കാത്ത ആ ഭാഗം കഴുത്തിൻ്റെ ഈ ഭാഗം ഇതുപോലെ കറക്റ്റ് വെച്ച് കണ്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ, ചവിട്ടി വീതിയിൽ, ഒരേ വീതിയിൽ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ആ കഴുത്ത് റൗണ്ടിൽ അടിച്ചെടുക്കാൻ കേട്ടോ. ഓക്കെ, ഇതേപോലെ ഫസ്റ്റ് വെക്കുന്നിടത്ത് ബ്ലാക്ക് പീസ് കുറച്ച് പുറത്തേക്ക് തള്ളി വെക്കണം സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് തള്ളി വെക്കണം സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ. പിന്നെ എല്ലാ ഭാഗത്തും ഒരേപോലെ കഴുത്തിന് റൗണ്ടിൽ ഫുള്ളായിട്ട് ഒരേപോലെ വെക്കുക. 2 പീസും ഒരേപോലെ വെച്ച് കണ്ട് ഫുള്ളായിട്ട് അടിച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും. എന്നിട്ട് ഈ കഴുത്തിൻ്റെ റൗണ്ടിൽ മൊത്തമായിട്ട് ആ ഷേപ്പിലൊക്കെ ചെറിയ ചെറിയ ഓരോ വെട്ടിട്ട് കൊടുക്കുക. ആ സ്റ്റിച്ചിങ്ങുമ്മേ തട്ടരുത്, തട്ടാത്ത രൂപത്തിൽ ആ കഴുത്തിന് ഫുള്ളായിട്ട് വെട്ടിടുകയാണ്. അതായത് ഇത് നമ്മൾ മറിക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ഈ തുടക്കത്തിലുള്ള ഈ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടില്ലേ സ്റ്റാർട്ടിങ്, അത് ഉള്ളിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് ഇതേപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. നമ്മൾ പൈപ്പ് ചെയ്യാണ്, കഴുത്ത് പൈപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഒരുപാട് ടോപ്പിന് ഒരുപാട് ബേബി ഡ്രസ്സുകൾക്കൊക്കെ ഇതുപോലെ കഴുത്തും കൈയൊക്കെ പൈപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതും ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫസ്റ്റ് കാണുന്ന ആരെയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മൾ സാധാരണ ചെയ്യേണ്ട പോലെ കഴുത്തും കൈയും കറക്റ്റായിട്ട് ഒരേ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കണ്ട് പൈപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് അടിക്കുക. ലാസ്റ്റ് വരുമ്പോൾ ഈ തുമ്പ് ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് ആ ബ്ലാക്ക് പീസിന് ചാരിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ വരും. ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ കയ്യിൻ്റെ ഭാഗവും അതേപോലെ തന്നെ പൈപ്പ് ചെയ്യാണ്. ഓക്കെ, അതേപോലെ തന്നെ ഒരു പീസ് എടുത്തിട്ടുണ്ട് ബ്ലാക്ക്, ഒരു 1.25 ഇഞ്ച് വീതിയിൽ. ആ പീസിൻ്റെ ഒരു ഭാഗം ഞാൻ ഫോൾഡ് ചെയ്തടിച്ചിട്ടുണ്ട്. ഫോൾഡ് ചെയ്യാത്ത ഭാഗം കയ്യിൻ്റെ ആ റിഗാളിൻ്റെ ആ ഭാഗം ഒപ്പം വെച്ചുകൊണ്ട് ഒരേ വീതിയിൽ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്യാണ്. എന്നിട്ട് ആ ഷേപ്പിൽ മൊത്തമായിട്ട് ചെറിയ ഓരോ വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ആ സ്റ്റിച്ചിങ്ങുമ്മേ തട്ടരുത്, നമ്മൾ കഴുത്തിന് ചെയ്ത് അതേപോലെ. എന്നിട്ട് ആ ബ്ലാക്ക് പീസ് ഉള്ളിലേക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് കണ്ട് ആ ബ്ലാക്ക് പീസിന് ചാരിയിട്ട് ഫുള്ളായിട്ട് അടിക്കട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് കഴുത്ത് ചെയ്ത് അതേപോലെ തന്നെ കൈയും അതേപോലെ തന്നെ പൈപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അതേപോലെ പൈപ്പ് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ കൈയും ചെയ്യാണ്. ഓക്കെ, അതേപോലെ നമ്മൾ ഈ കൈ ചെയ്തില്ലേ അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് പീസ് എടുത്ത് കണ്ട് രണ്ടാമത്തെ കൈയും അതേപോലെ തന്നെ കൈയിൻ്റെ ആ ഭാഗം, ആ ഹം ഹോളിൻ്റെ ആ ഭാഗം അതേപോലെ തന്നെ പൈപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അങ്ങനെ 2 സൈഡും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വെച്ച് കണ്ട് ഇതിൻ്റെ സൈഡ് അടിക്കാം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ആ റിഗാളിൻ്റെ ആ ബ്ലാക്ക് പീസ് അടിച്ചില്ലേ ആ ഭാഗം കറക്റ്റായിട്ട് ഒപ്പം വെച്ച് കണ്ട് ഒരേ തുമ്പിൽ അടിഭാഗം വരെ സൈഡ് അടിക്കട്ടോ. ഒരു 1/2 ഇഞ്ച് വീതിയിൽ അടിച്ചാൽ മതി. അങ്ങനെ അതേപോലെ തന്നെ 2 സൈഡ് അടിക്കുക. ഈ ടോപ്പ് വല്ലാതെ ഷേപ്പൊന്നും ഇല്ലാതെയാണ് അത് കട്ട് ചെയ്ത് കണ്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഷേപ്പൊക്കെ വേണമെങ്കിൽ കുറച്ച് ഷേപ്പിലൊക്കെ കട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് സാധാ രൂപത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ടോപ്പിൻ്റെ അടിഭാഗത്ത് ഒരു പ്ലീറ്റ് ഇടാണ്ട് ഒരു 2.5 ഇഞ്ച് വീതി നമ്മളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഷർട്ടിൻ്റെ അടിഭാഗം അത് ഇവിടെ പ്ലീറ്റ് ഇടുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഈ ഭാഗം കട്ട് ചെയ്ത് വെക്കണം. ഇത് ആ ഹോള് വരുന്ന ആ പട്ടല്ലേ, ആ പട്ട അവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയാണ്. എന്നിട്ട് ആ ഭാഗത്തുനിന്ന് മടക്കി അടിക്കട്ടോ. കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ആ പീസ് എടുത്തുകൊണ്ട് ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ചുകൊണ്ട് പ്ലേറ്റ് ഇടണം. അതിന് ആ ബട്ടൺസ് അങ്ങനെ കഴിക്കുക ആദ്യം. ഓക്കെ, അയച്ചെടുത്തിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. വെച്ചിട്ട് ഈ 2 പീസും ഒപ്പം വെക്കണം കേട്ടോ. ഇതേപോലെ കറക്റ്റായിട്ട് ഒപ്പം വെച്ചുകൊണ്ട് ഈ പീസ് ചെറിയ ഓരോ പ്ലീറ്റ് ഇടുകയാണ്. ഒരു 1/4 ഇഞ്ച് വീതിയിലുള്ള ഓരോ പ്ലീറ്റ് ഇട്ട് കേട്ടോ. അങ്ങനെ ആ പീസ് അടിഭാഗത്ത് വെച്ചുകൊണ്ട് ആ പീസ് ഫുള്ളായിട്ട് പ്ലീറ്റ് ഇടുകയാണ്.
ഇതേപോലെ കറക്റ്റായിട്ട് ഒരു ചെറിയൊരു പ്ലേറ്റ് ഇടാനേ ഉണ്ടാവും കേട്ടോ. ഇനി നല്ല കൂടുതൽ പ്ലേറ്റ് ഇടാണ്ടെങ്കിൽ ആ ഷർട്ടിൻ്റെ കയ്യുമെന്നൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്തെടുത്തുകാണ്ട് ഈ പീസുമ്പോൾ ജോയിൻറ്റ് ചെയ്ത് കണ്ട് ഇട്ടാൽ മതി. അപ്പോൾ നല്ല പ്ലേറ്റ് ഇടാണ്ടാവും. ഇത് ചെറിയ ഓരോ പ്ലേറ്റ് ഇടാനേ ഉണ്ടാവുള്ളൂ. കാരണം അതിൻ്റെ അടിഭാഗത്തുള്ള കുറച്ച് സ്പേസേ കിട്ടിയിട്ടുള്ളൂ ഇതിമേ വെച്ചടിക്കാൻ. അപ്പോൾ ആ 2.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗം ഈ ടോപ്പിൻ്റെ അടിഭാഗത്ത് വെച്ച് കറക്റ്റായിട്ട് 4 ഇഞ്ച് വീതിയിൽ ഫുള്ളായിട്ട് ഓരോ പ്ലേറ്റ് ഇട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ ഫുള്ളായിട്ട് പ്ലേറ്റ് അടിച്ചിട്ടുണ്ട്. ഇതേപോലെ ചെറിയ ഓരോ പ്ലേറ്റ് ഇടാനേ ഉണ്ടാവുള്ളൂ. ഇതിലേറെ നല്ല ഫ്ലയറിൽ നല്ല പ്ലേറ്റ് ഇടണമെങ്കിൽ കയ്യുമെന്ന് ഒരു പീസൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി. അതായത് ഷർട്ടിൻ്റെ കയ്യുമെന്ന് 2.5 ഇഞ്ച് വീതിയിൽ കുറച്ച് പീസും കൂടെ കട്ട് ചെയ്ത് ഈ പീസുമ്പോൾ ജോയിൻറ്റ് ചെയ്ത് അടിച്ചാൽ മതി. കുറച്ച് കൂടുതൽ പ്ലേറ്റ് ഇടാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ, ഇതേപോലെ നമ്മൾ പ്ലേറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഇതോടുകൂടെ ഇതിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് കേട്ടോ. നമ്മൾ ഒഴിവാക്കുന്ന ഈ ഓൾഡ് ഷർട്ടുകളൊക്കെ ഉണ്ടാവും, ഇതേപോലെ നമുക്ക് റീയൂസും ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഈ ടോപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഓപ്പൺ ഇല്ല, കുറച്ച് ഭാഗം ഓപ്പൺ ഉണ്ട്, അവിടെ ബട്ടൺസ് ഇല്ല, അവിടെ ഒരു കുളത്ത് വെക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ബട്ടൺസിൻ്റെ ഗ്യാപ്പിലൊക്കെ ഓരോ ചെറിയ ബോ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ബോ ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതെടുത്ത് കാണുക. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും വിചാരിച്ചിട്ട് ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്